ഓക്കെ. അത് റെക്കോർഡിംഗ് സെഷനാണ്. അപ്പോൾ റെക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇനി പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്തായാലും അറിഞ്ഞിരിക്കണം, SAP പറ്റി അറിഞ്ഞിരിക്കണം. സോ 1970s ഈ SAP, സോറി ഞാനൊന്ന് പുതിയ ലാപ്പ് ആയതുകൊണ്ട് ചെറിയ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഇപ്പം 1970s ആദ്യമായിട്ട് ഈ SAP എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്നത് ഒരു 5 IBM കൊളീഗ്സ് ആണ്. 5 IBM കൊളീഗ്സ് ചേർന്നാണ് ഈ പറയുന്ന IBM SAP കൊണ്ടുവന്നത്. ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ERP സിസ്റ്റം സൊല്യൂഷൻ എന്നുള്ളതാണ്. ഇത് നമുക്കുള്ളതല്ല, എന്നാലും അറിയണം. ERP സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ടാറ്റ പ്രോഡക്ട്സ് എടുക്കാം. ഒരു എക്സാമ്പിൾ എടുത്താൽ ടാറ്റ പ്രോഡക്ട്സ്. ഇപ്പൊ ടാറ്റ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം സ്റ്റീല് കാണും, ചായപ്പൊടി കാണും, പലതും കാണും. ഇത് അവർ മാനുഫാക്ചർ ചെയ്യണം, ഉണ്ടാക്കണം, റോ മെറ്റീരിയൽസ് വാങ്ങണം. ഇനി ഇത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്യണം, സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ എങ്ങനെ ചെയ്യാം, അതായത് ആഫ്റ്റർ ദ പ്രോഡക്റ്റ് ഇസ് മെയ്ഡ്, സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നതിനെ നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നും, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിനെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നും, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടീമിനെ SD എന്ന് വിളിക്കും, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും, ലാസ്റ്റ് ഇത് ഇൻവോയ്സ് ചെയ്ത് വിൽക്കുന്നവരെ ഫിനാൻസ് ടീം എന്നും പറയും. ഇതെല്ലാം അപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ പേര് തന്നെ ഇതിനെ വിളിക്കുന്നത് S/4HANA എന്നാണ്. S/4HANA സിസ്റ്റമാണ് ERP സിസ്റ്റം സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ അവർ വേറൊരു സിസ്റ്റം ഒരു 1990s ആയപ്പോഴേക്കും കൊണ്ടുവന്നതാണ് SAP HCM. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇപ്പൊ നിലവിൽ ഈ സിസ്റ്റത്തിനെ ഇത് ഓൾറെഡി ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് ഓൺ പ്രെമിസസ് സിസ്റ്റം. ഈ നമ്മൾ പണ്ട് സുരാഗ് ഏത് ബോർഡാണ്, ഏത് ഇയർ ബോർഡാണ്, ഏത് ഇയർ ആണ് ബോൺ? ജനിച്ചത് 96. 96. അപ്പോൾ വലിയ കുഴപ്പമില്ല. പഴയ SD കാർഡൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെന്താ. പക്ഷെ ഇപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഐക്ലൗഡ് ആയിരിക്കും നമ്മളിപ്പം സ്റ്റോർ ചെയ്യുന്നത് കൂടുതലും. ഫോണിന്റെ SD കാർഡിന്റെ കോൺസെപ്റ്റ് ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്. അപ്പം അന്ന് SD കാർഡ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്, അതുപോലെയാണ് പണ്ടത്തെ കാലത്ത് ഈ സെർവർ സ്റ്റോറേജും ഇന്നത്തെ ക്ലൗഡ് സ്റ്റോറേജും. അപ്പോ ഈ ഓൺ പ്രെമിസസ് സിസ്റ്റം എന്ന് പറയുന്നത് സെർവർ ടൈപ്പാണ്. അപ്പൊ ഇതിപ്പം കാലപ്പഴക്കം ഇതിന്റെ ഓൾഡ് സിസ്റ്റം എന്ന് ഇപ്പൊ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് SAP കൊണ്ടുവന്ന കാലത്ത് തന്നെ 2001 ഒരു കമ്പനി ഫോം ചെയ്തു. അതിന്റെ കമ്പനിയുടെ പേരാണ് സക്സസ് ഫാക്ടേഴ്സ്. ഇതൊരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് പ്രൊഡക്റ്റ് മാത്രമല്ല, അതൊരു സെപ്പറേറ്റ് കമ്പനിയും കൂടിയാണല്ലേ? കമ്പനിയായിരുന്നു. ഈ സക്സസ് ഫാക്ടേഴ്സിന് സെപ്പറേറ്റ് കമ്പനിയായിരുന്നു. ഈ ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതും HR സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആയിരുന്നു. സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. ഈ സക്സസ് ഫാക്ടറും സെയിം തന്നെയാണ്. പക്ഷെ 2009 ആയപ്പോൾ 2009 മുതൽ, എന്നാലും 2009 എന്ന് വെച്ചോ, 2013 ആയപ്പോൾ ഈ SAP സക്സസ് ഫാക്ടേഴ്സിനെ വാങ്ങി. അത് തന്നെയാണ് SAP സക്സസ് ഫാക്ടേഴ്സ് എന്നായത്. 2009 മുതലേ അവർ നോക്കിയായിരുന്നു, 2013 വാങ്ങിയത്. എന്നിട്ട് 2016 അവരൊരു മേജർ അപ്ഡേറ്റ് ഈ സിസ്റ്റത്തിനെ ചെയ്തു. മേജർ അപ്ഡേറ്റ്. എന്നിട്ട് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സിസ്റ്റമാണ് ലേറ്റസ്റ്റ് SAP സക്സസ് ഫാക്ടേഴ്സ്. സക്സസ് ഫാക്ടേഴ്സ് പറയുന്ന സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി
ഈ 2013 വരെയുള്ള അല്ലെങ്കിൽ 2016 മുന്നേ വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കുന്നതാണ് ലെഗസി സിസ്റ്റം. അതുകൊണ്ട് ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് ലെഗസി എന്നുള്ളൊരു വേർഡ് എവിടെ കണ്ടാലും മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ യൂസ്ഫുൾ അല്ല. മനസ്സിലായോ? അല്ല. ഇനി 2001 മുതൽ ഈ സക്സസ് ഫാക്ടേഴ്സ് വന്നെങ്കിലും അന്ന് ഫോർ എക്സാമ്പിൾ അന്നിപ്പോ ഒരു സെക്കൻഡ് സുരാജ്, ഒരേ ഒരു സെക്കൻഡ്. സുരാജ്, പറഞ്ഞോളൂ. കറക്റ്റ് 12:30 ആകുമ്പോഴേ ഇന്ന് ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് കയറുന്നതാണ്. കറക്റ്റ് 12:30 ആകുമ്പോൾ എനിക്കൊരു 5 to 10 minutes ഒരു ബ്രേക്ക് തരണം. ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കുഴപ്പമില്ല, തീർച്ചയായും. ഓക്കെ. ലെഗസി സിസ്റ്റം അപ്പം ലെഗസി സിസ്റ്റം എന്നാണ്. അപ്പം 2001 മുതൽ ഇപ്പം ഞാൻ ഒരു കമ്പനി പേര് പറയാണ്, സുരാഗ് എന്ന് പറഞ്ഞൊരു കമ്പനി. ആ കമ്പനി ഈ സിസ്റ്റം അന്ന് സക്സസ് ഫാക്ടേഴ്സ് വാങ്ങിയായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ചെയ്തതിന് ശേഷം 2013 സക്സസ് ഫാക്ടേഴ്സ് വാങ്ങുമ്പോഴും 2016 മേജർ അപ്ഡേറ്റ് നടക്കുമ്പോഴും സുരാജിന് സക്സസ് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അന്ന് ഈ ലെഗസി സിസ്റ്റം ആയിരുന്നു ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2001 മുതൽ ഈ 2015 വരെയുള്ള കാലയളവിൽ ഇവർ സ്റ്റോർ ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡാറ്റ ആയിരിക്കും. ഒരു വേർഡ് വെച്ചെടുക്കുകയാണെങ്കിലും കോടിക്കണക്കിന് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ആ ഡാറ്റ ആ ഫീൽഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ സിസ്റ്റത്തിൽ ചില സ്ഥലത്ത് ലെഗസി എന്നുള്ള വേർഡ് കാണുമെങ്കിലും അത് മുഴുവനായി ഡിലീറ്റ് ചെയ്യാത്തത് സുരാഗ് കമ്പനി പോലെയുള്ള പഴയ കാലത്ത് സക്സസ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന കമ്പനികൾ മുഴുവനുമായിട്ടും ആ ഫീൽഡിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അവരത് റിമൂവ് ചെയ്യത്തുള്ളൂ. സോ ടോട്ടലി ഒരു 99% മാറിയിട്ടുണ്ട്. 1-2 സ്ഥലത്ത് ലെഗസിന്ന് കാണും, അത്രേ ഉള്ളൂ. അത് മൈൻഡ് ചെയ്യേണ്ട. ഇറ്റ്സ് നോട്ട് ഈവൻ കൺസേൺഡ് ആക്ച്വലി. അപ്പോൾ ഇനി സക്സസ് ഫാക്ടേഴ്സ്, നമ്മുടെ സക്സസ് ഫാക്ടേഴ്സ് പഠിക്കാൻ പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇത് HR സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. ഇതൊരു ഓൺ പ്രിമിസസ് സിസ്റ്റം അല്ല, ക്ലൗഡ് ബേസ്ഡ് ആണ്. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് കൂടുതലും എന്താണെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. അതിനും വരാൻ പോകുന്നതും എങ്ങനെ സിസ്റ്റം എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതും കാര്യങ്ങളുമാണ്. ഇനി ഒരു ചെറിയൊരു ഓവർവ്യൂവും കൂടെ ഒരു സെക്ഷനും കൂടെ പറയുന്നുണ്ട്. ഈ SAP സക്സസ് ഫാക്ടേഴ്സിൽ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്. ആദ്യത്തെ മോഡ്യൂളാണ് എംപ്ലോയി സെൻട്രൽ. രണ്ടാമത്തെ കുറച്ച് മോഡ്യൂൾസ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കുഴപ്പമില്ല, സ്ട്രക്ചർ എഴുതാം. എംപ്ലോയി സെൻട്രൽ, അത് കഴിഞ്ഞ് റിക്രൂട്ട്മെന്റ്, അത് കഴിഞ്ഞ് ഓൺ ബോർഡിങ്, അത് കഴിഞ്ഞ് കോമ്പൻസേഷൻ, 4 പെർഫോമൻസ് ആൻഡ് ഗോൾ മാനേജ്മെന്റ്. LMS കിട്ടില്ല, നമ്മൾ ലേണിംഗ് പ്ലാറ്റ്ഫോം, ലേണിംഗ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് വരത്തില്ലേ കുറെ. മാനേജ്മെന്റ്, 6 ടാലന്റ് മാനേജ്മെന്റ്,
7 സക്സഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ ഓർവയാണ്. ഓക്കെ. തൽക്കാലം ഇത്ര മതി. ഇത്രയും മോഡ്യൂൾസ് ഉണ്ട്. ഇത്രയും മോഡ്യൂൾസിൽ ഈ എംപ്ലോയി സെൻട്രൽ എന്ന് പറയുന്നതാണ് കോർ മോഡ്യൂൾ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എംപ്ലോയി സെൻട്രലിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സെൻട്രൽ ഇടുകയാണ്. ഈ മാക്ക് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസം അതെ, ഒരു 2 ദിവസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഓൺബോർഡിംഗ്, compensation, performance, learning management, talent, literacy, succession, voting. ഇതിൽ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ സെൻട്രൽ എംപ്ലോയി സെൻട്രലിനെ നടുക്കൊണ്ടിട്ടേക്കുന്നത് സെൻട്രലിലാണ്. ഞാൻ ഈ സ്ട്രക്ചർ കൊണ്ടുവരാൻ കാരണം എംപ്ലോയി സെൻട്രലിന് ഇവരാരും ഇല്ലാതെയും വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ബാക്കിയുള്ള ഓരോ മോഡ്യൂളിന് എംപ്ലോയി സെൻട്രൽ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് എംപ്ലോയി സെൻട്രൽ ഈസ് എൻ ഇൻഡിപെൻഡന്റ് വൺ, ബട്ട് അതർ മോഡ്യൂൾസ് ആർ ഡിപെൻഡന്റ് വിത്ത് എംപ്ലോയി സെൻട്രൽ. റീസൺ, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്. ഇപ്പം സുരാഗ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അവർ ജോബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ടീമിനെ കൊണ്ട് കൊടുക്കും. റിക്രൂട്ട്മെന്റ് ടീം ഇന്റർവ്യൂ എല്ലാം കൊടുത്ത് ആളെ കണ്ടുപിടിച്ചതിന് ശേഷം ഓൺബോർഡിംഗ് ടീമിന് കൊടുക്കും. ഓൺബോർഡിംഗ് ടീമുകാർ എംപ്ലോയി സെൻട്രലിന് അയാളെ ഹയർ ചെയ്യും. വൺസ് അയാളെ എംപ്ലോയി സെൻട്രലിൽ കൊണ്ടുവന്നാൽ റിക്രൂട്ട്മെന്റ് ടീമും പിക്ചറിൽ ഔട്ടാണ്, ഓൺബോർഡിംഗ് പിക്ചറിൽ ഔട്ടാണ്. കാരണം അവർക്ക് ഡാറ്റ കീപ്പ് ചെയ്യാൻ പാടില്ല. സെൻസിറ്റീവ് ഡാറ്റ എല്ലാം കീപ്പ് ചെയ്യുന്നത് എംപ്ലോയി സെൻട്രലിലാണ്. ഇനി കോമ്പൻസേഷൻ, എംപ്ലോയി സെൻട്രലിനകത്തുള്ള എത്ര ആക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് ഇപ്പൊ സാലറി എത്രയാണ്, അവരുടെ എക്സ്പീരിയൻസ് എത്രയാണ്, ഇനി അവർക്ക് കൊടുക്കാൻ പോകുന്ന സാലറി എത്രയാണ്, എല്ലാം ഈ കോമ്പൻസേഷൻ ടീമിന് പറഞ്ഞു കൊടുക്കുന്നത് മാനേജറും HR-ഉം മാനേജ്മെന്റ് ആണെങ്കിൽ പോലും സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിൽ കോമ്പൻസേഷൻ്റെ അകത്ത് ഒരു ഡാറ്റയും ഇല്ല. അവർക്ക് എംപ്ലോയി സെൻട്രൽ അകത്ത് വന്ന് ഡാറ്റ എടുത്ത് തിരിച്ചു പോയാൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. ദാറ്റ് മീൻസ് കോമ്പൻസേഷൻ ടീമിനും ഡാറ്റ സേവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഓവർ ദെയർ ദ എംപ്ലോയി സെൻട്രൽ. ഇനി ലേണിംഗ് മാനേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുരാഗിന് ഇങ്ങനെ എക്സാം ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ, ഒരു കോഴ്സസ്. അപ്പൊ ലേണിംഗ് മാനേജ്മെന്റിന്റെ അകത്ത് ഒന്നുമില്ല. അവര് ഇങ്ങനെ കോഴ്സസ് ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കും. അവര് എംപ്ലോയി സെൻട്രൽ ആവശ്യമുള്ള സമയത്ത് കമ്പനി പറയുമ്പം എംപ്ലോയി സെൻട്രലിനകത്ത് വന്നിട്ട് എത്ര ആക്റ്റീവ് എംപ്ലോയീസ് ഉണ്ട്, ഓരോ ലെവലായിരിക്കുമല്ലോ. എംപ്ലോയീസിന് ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ആയിരിക്കും, മാനേജേഴ്സിന് ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ആയിരിക്കും. അത് മനസ്സിലാക്കി കോഴ്സ് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം എംപ്ലോയി സെൻട്രലിലാണ് ഈ ഹൈലി കോൺഫിഡൻഷ്യൽ സെൻസിറ്റീവ് ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കോർ മോഡ്യൂൾ എന്ന് തന്നെ വിളിക്കുന്നത്. കോർ മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന ബാക്കി എല്ലാ മോഡ്യൂൾസും പഠിക്കാനായിട്ട് ഒരു 20 മണിക്കൂർ മതി മാക്സിമം. പക്ഷെ എംപ്ലോയി സെൻട്രൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, കൂടുതൽ. ഇനി ഈ എംപ്ലോയി സെൻട്രൽ ഒഴിച്ച് ബാക്കി കാണുന്ന ഓരോ മോഡ്യൂളും സിസ്റ്റമാണെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ എല്ലാ എംപ്ലോയീസിനും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ടീമിന് മാത്രമല്ലേ ഉള്ളൂ, ഓൺബോർഡിംഗ് ടീമിന് മാത്രമേ ഉള്ളൂ. പക്ഷെ എംപ്ലോയി സെൻട്രൽ നമ്മളെപ്പോലെ എല്ലാവരും ആക്സസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നതും ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൺസൾട്ടൻസിന്റെ ആവശ്യമുള്ളതും എംപ്ലോയി സെൻട്രലിലാണ്. കമ്പനി ആൾക്കാരെ എടുക്കുമ്പോൾ മാത്രമല്ലേ റിക്രൂട്ട്മെന്റ് ടീമിന് പണിയുള്ളൂ, ഇല്ലെങ്കിൽ പണിയില്ല. പക്ഷെ എംപ്ലോയി സെൻട്രൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്കകത്ത് 10 പേർക്ക് പ്രൊമോഷൻ വരാം, ഡിമോഷൻ വരാം, സസ്പെൻഷൻ വരാം, ചില കാര്യങ്ങൾ. പക്ഷെ നമ്മളല്ല പ്രൊമോഷൻ കൊടുക്കുന്നതോ സസ്പെൻഡ് ചെയ്യുന്നതോ നമ്മളല്ല, അതൊക്കെ HR ചെയ്തോളും. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്
നമ്മൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ അത് മാറ്റി കൊടുക്കും. ഇനി പുതിയതായിട്ടൊരു പ്രോസസ്സ് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി. ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ആ കോളിലൊന്ന് കയറിയിട്ട് 10 മിനിറ്റ്സ് ദെൻ വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ കോളിലിരുന്ന കുഴപ്പമില്ല, 10 മിനിറ്റ്സ്. തീർച്ചയായിട്ടും.
there are no users. Hi, Siraj. For some form by Hey. Shamis by 12th, they will test with one candidate. Background noise പറഞ്ഞോ. ഒന്നുമില്ലല്ലോ? And after that, they will take. ചെറിയൊരു കോളിന്റെ സൗണ്ട് കേൾക്കാം. But it's okay. ഞാൻ ക്യാൻസൽ ചെയ്തു. മതി, ഇത്രയൊക്കെ സംസാരിച്ചാൽ മതി. വെക്കേഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്ഡേറ്റ് വെച്ചോണ്ടിരിക്കും. ഓക്കെ, Okay. സോ ഇറ്റ്സ് റെക്കോർഡിങ്. സോ ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ? എംപ്ലോയി സെൻട്രലിന്റെയും മനസ്സിലായി. അതിന്റെ ഗുണങ്ങളും കാര്യവും മനസ്സിലായി. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എംപ്ലോയി സെൻട്രലിനെ ഫോക്കസ് ചെയ്യുന്നത്. എംപ്ലോയി സെൻട്രലിനെ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആയതുകൊണ്ട് ആ സിസ്റ്റത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നതും ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വരുന്നതും. ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിനാണ് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉള്ളത്. പക്ഷെ അതേ സമയത്ത് ഫോണിന്റെ ബാക്ക് എൻഡിലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാക്ക് എൻഡിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല. സോ അതുകൊണ്ട് നമ്മളത് ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഗോട്ട് ഇറ്റ്? മനസ്സിലായി. സൗണ്ട് ഭയങ്കര സ്ലോ Back ആയിട്ട് end- വരുന്നു. ഓക്കെ, എന്റെയോ? ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ. ബാക്ക് എൻഡ് Okay. ഉദ്ദേശിച്ചത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ സോഫ്റ്റ്വെയർസിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബോധമല്ലേ എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഇപ്പം ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ ഐഫോണിന്റെ ഫ്രണ്ട് എൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ട്. ഫ്രണ്ട് എൻഡ് നമ്മൾ കാണുന്ന ഫ്രണ്ട് എൻഡ് ആണ്. ഇനി ഇതിനൊരു ബാക്ക് എൻഡ് ഉണ്ട്. ഈ ബാക്ക് എൻഡിൽ ഇപ്പൊ 2 പാർട്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 and 2. Okay. 1 എന്ന് പറയുന്നത് ഈ ഫോണിന് വേണ്ടിയുള്ളത്, 2 എന്ന് പറയുന്നത് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ളത്. ഉം. ഈ സോഫ്റ്റ്വെയറിന്റെ ടീമിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ടേക്ക് ടൈം. ഇഷ്ടംപോലെ സമയം എടുക്കാം. കാരണം അടുത്തൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടി നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പൊ അപ്ഡേറ്റ് വരണം എന്നുള്ളത്. കമ്പനിയിൽ തീരുമാനിക്കുന്നത്. ഉം. അതിന് അവർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് സമയം എടുത്ത് വരും. പക്ഷെ ഫോൺ എന്ന് പറഞ്ഞ് ഇപ്പൊ യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഇഷ്യൂ ആവത്തില്ലേ? പെട്ടെന്ന് ഫോൺ മനസ്സിലായി. വർക്ക് ആവാതെ ആവുക. സോ ഇറ്റ്സ് ബി എൻ അതെ, അതെ. ഗ്ലോബൽ ഇഷ്യൂ. പക്ഷേ മനസ്സിലായി. ഒരു സോഫ്റ്റ്വെയറിന് എന്ന് പറയുമ്പം ഞാൻ പറയുന്നത് ഈ ഫോണിനും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഇത് ഡെവലപ്മെന്റ് കേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയറിന്റെ ടീം കാണും. അവരാദ്യം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ ബീറ്റ എന്ന് പറഞ്ഞൊരു വേർഷൻ റിലീസ് ചെയ്യും. അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം, ഡസൻ മാറ്റർ. പക്ഷെ ബീറ്റ കഴിഞ്ഞിട്ട് ഒറിജിനൽ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഫോണിൽ. എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് ആയിക്കോട്ടെ iOS ആയിക്കോട്ടെ ബീറ്റ ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഈ ബീറ്റ എന്ന ടെസ്റ്റിംഗ് ഫേസ് അറിയാം. ആണ്. ഒറിജിനൽ ശരിക്കും അതെ. റിലീസ് ചെയ്യും. Yes, yes. പക്ഷെ ഫോണ് ഞാൻ പറയാൻ കാരണം ഈ ബാക്ക് എൻഡിൽ തന്നെ 2 ടീമുണ്ട്. ഫോണിനെ ഫോക്കസ് ചെയ്യുന്ന ടീമും ഉണ്ട്, അതിന്റെ സോഫ്റ്റ്വെയറിനെ ഫോക്കസ് ചെയ്യുന്ന ടീമും ഉണ്ട്. ഫോണിനെ ഫോക്കസ് ചെയ്യുന്ന ടീം അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ഡെയിലി ഫോൺ യൂസ് ചെയ്തിരിക്കുക ആൾക്കാർ. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ദേ വിൽ ഹാവ് എ ടൈം, മേ ബി 3 months 6 months ടൈം ഉണ്ട് അവർക്ക് ബീറ്റ ഒക്കെ പുറത്തിറക്കി ഒറിജിനൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള രീതിയിൽ. അതെ, അതെ. സോ നമ്മൾ ആക്ച്വലി ഈ ഫോണിന്റെ കേസിലാണെങ്കിലും ഈ സൈഡിൽ വർക്ക് ചെയ്യും. Back end ല്. സോ ബാക്ക് എൻഡിൽ തന്നെ രണ്ട് തരം ആൾക്കാരുണ്ട് നമ്മുടെ കേസിൽ പറയുമ്പോൾ. വൺ ഇസ് എൻഡ് യൂസേഴ്സ്, സെക്കൻഡ് ഇസ് കൺസൾട്ടൻസ്. നമ്മൾ കൺസൾട്ടൻസ് ആണ്. Okay. എൻഡ് യൂസേഴ്സിന് അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പെട്ടെന്ന് ഒരാൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയി മാറ്റി കൊടുക്കുക. പെട്ടെന്ന് ഒരാൾക്ക് ഒരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നില്ല, ചെയ്തു കൊടുക്കുക. അതൊക്കെ അവർക്ക് കുറച്ച് ആക്സസ് കൊടുക്കും, കൊടുക്കത്തില്ല. ബട്ട് പുതിയതായിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുക, ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൺസൾട്ടൻസ് ആണ്. അപ്പൊ നമുക്ക് ടൈം കുറച്ച് കൂടുതൽ കിട്ടും. നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ റിക്വയർമെന്റ് കിട്ടി മിനിമം ഒരു 3 മാസം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോണിന്റെ ജസ്റ്റ് ഒരു പറഞ്ഞു തന്നത്. മനസ്സിലായി. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട മെയിൻ ഒരു കാര്യം, നമുക്കൊരു 115 വരെ പോകുന്നൊരു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഈ SAP സക്സസ് ഫാക്ടേഴ്സിലെ SAP സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മുഴുവൻ സിസ്റ്റത്തിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയും കൂടെ ഉണ്ട്
ഈ സക്സസ് ഫാക്ടേഴ്സിന്റെ ബാക്കിൽ, ഇതിന്റെയും ബാക്കിലുള്ള സിസ്റ്റത്തിന്റെ പേരാണ് പ്രൊവിൻഷനിങ് സിസ്റ്റം. ഞാൻ അത് കാണിച്ചു തരാം. പ്രൊവിൻഷനിങ് സിസ്റ്റം. ഓക്കെ. ഈ പ്രൊവിൻഷനിങ് സിസ്റ്റത്തിന്റെ അകത്ത് 90% എനേബിൾ ആൻഡ് ഡിസേബിൾ സ്വിച്ചസ് ആണുള്ളത്. എനേബിൾ ഡിസേബിൾ അറിയാലോ, ഓൺ ഓഫ് സ്വിച്ചസ്, അല്ലെങ്കിൽ നമ്മൾ അൺചെക്ക് ആൻഡ് ചെക്ക് ഇൻ ബോക്സസ് ആണ് കൂടുതലുള്ളത്. ഒരു 5% അപ്ലോഡ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്ലോഡ്സ് എന്താ ഞാൻ പറഞ്ഞുതരാം, അത് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഒരു 5% ജോബ്സ് എന്ന് പറയും, ബാക്ക് എൻഡ് ജോബ് എന്ന് പറയും. ഇതെല്ലാം പേടിക്കണ്ട, ജസ്റ്റ് പറഞ്ഞത്. ബാക്ക് എൻഡ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ചില ഓട്ടോമാറ്റിക് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക് എൻഡിൽ ജോബ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്ന കേസും ബാക്കി 90% ഡിസേബിൾ എനേബിൾ സ്വിച്ചസ് ആണ് ഉള്ളത്. ഈ പ്രൊവിൻഷനിങ് സിസ്റ്റം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസൾട്ടന്റ് ഗ്ലോബൽ ലെവൽ സർട്ടിഫൈഡ് ആയിരിക്കണം. ഓർമ്മ നമ്മൾ സംസാരിച്ച സർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കണം. ഇതിൽ ഒരു കാര്യം എനേബിൾ ഡിസേബിൾ തെറ്റിപ്പോയാലോ, ഒരു അപ്ലോഡ് എങ്ങാനും തെറ്റായി അപ്ലോഡ് ചെയ്താലോ, ഒരു ബാക്ക് എൻഡ് ജോബ് റൺ ചെയ്യാതിരുന്നാലോ ഈ എൻറ്റയർ SAP സക്സസ് ഫാക്ടേഴ്സ് ക്രാഷ് ആവും. ഒരു കാര്യം ക്രാഷ് ആയി പിന്നെ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓക്കെ, ഈ പ്രൊവിൻഷനിങ് സിസ്റ്റം ഏതെങ്കിലും ഫ്രഷേഴ്സിന് കൊടുക്കൂ? ഇല്ല. ഇനി ഒരു 2-3 years എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോലും ചുമ്മാ ഒരു കമ്പനി കൊടുക്കത്തില്ല. അപ്പൊ ഈ ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണാതെ പഠിച്ച് എഴുതിയാലും കാര്യമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്ത് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. സർട്ടിഫിക്കറ്റ് ആണ്, പക്ഷേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ ഇന്റർവ്യൂക്ക് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നു ഇത് ജോലി കിട്ടാൻ വേണ്ടി മാത്രം എടുത്തൊരു സർട്ടിഫിക്കേഷൻ ആണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഒരു കൺസൾട്ടന്റ് ആണെങ്കിൽ അയാൾക്ക് ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ജോലി കിട്ടും. ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞാലും ഇന്റർവ്യൂ എടുക്കുന്ന ഒരാൾക്ക് അറിയാം ഇയാൾ കാണാതെ പഠിച്ചിട്ട് എടുത്തതാണോ അതോ ജസ്റ്റ് ജോലിക്ക് വേണ്ടി മാത്രം ക്യാഷ് കൊടുത്ത് ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കറ്റ് എടുത്തതാണെന്നുള്ള കമ്പനിക്ക് ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്നെ പോലെയുള്ള കൺസൾട്ടൻസിനോട് ഈ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. കാശ് കൊടുക്കുന്നതേ വേസ്റ്റ് ആണ്. പിന്നെ സ്റ്റുഡന്റിന്റെ ഇഷ്യൂ ആണ് എടുക്കണോ വേണ്ട എന്നുള്ള. ഓക്കെ, ഇനി ഇവിടെയാണ് സുരാഗിന് ഏത് കമ്പനിയിലാണ് സുരാഗ് ശരിക്കും ജോലി ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. 2 കമ്പനി ഞാൻ എടുക്കാം. 2 അല്ല, ഞാൻ ഒരു സെറ്റ് ഓഫ് കമ്പനീസ് ഇവിടെ ഞാൻ എഴുതാം. ITC, EY, Capgemini, Deloitte, Infosys, UST Global, വേറെ ഏതൊക്കെയുള്ള ഇനി? ഇൻഫോസിസ്, UST Global, TCS, Accenture. ഇത്രയും ജസ്റ്റ് ഇടുകയാണ്. ഇവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് കമ്പനീസ് എന്ന് പറയാം. ഓക്കെ ആണോ? മനസ്സിലായി. വോഡോഫോൺ ഇതെല്ലാം സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. നമ്മുടെ വോഡോഫോൺ, നോക്കിയ എല്ലാം ഇപ്പൊ സർവീസ് ബേസ്ഡ് ആണ്. അവർക്കിപ്പോ പ്രോഡക്ട്സ് ഒന്നുമില്ല. ഇനി ഇവിടെ പ്രോഡക്റ്റ് കമ്പനി എടുക്കുകയാണ്. പ്രോഡക്റ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്തും സെല്ല് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. എന്തും സെല്ല് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അവർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ടാറ്റയ്ക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. എയർ ഇന്ത്യ ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ അവര് ആൾക്കാർക്ക് ടിക്കറ്റ് വെക്കുന്നില്ലേ? സെല്ലിങ് സംതിങ്, ടിക്കറ്റ് ആണ് സെല്ല് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിലും ഒരു പ്രോഡക്റ്റ് അവർ വിൽക്കുന്നുണ്ട്. അത് ഫുഡ് കാര്യങ്ങളൊന്നും അല്ല. ടാറ്റ, എയർ ഇന്ത്യ ഒരു എക്സാമ്പിൾ സർവീസ് അല്ലേ നമുക്കൊരു? അല്ല, ഇവിടെ വേറെ രീതിയിലുള്ള സർവീസ്. നമ്മുടെ IT വേൾഡ് ആണത്. ഇവിടെ സർവീസ് എന്നത് വേറെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി
ഇവിടെ ടാറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്തെങ്കിലും കൊടുക്കാൻ, എയർ ഇന്ത്യക്ക് ഉണ്ട്, സ്പൈസ് ജെറ്റിനുണ്ട്. പക്ഷെ ഈ പറയുന്ന കമ്പനികൾക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയറോ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമോ എന്തെങ്കിലും ഉണ്ടോ? അതില്ല അതില്ല ഇല്ല. അതില്ല. അപ്പോ ഈ പ്രൊവിൻഷനിങ് സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റം ആക്ച്വലി, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. എയർ ഇന്ത്യ SAP സക്സസ് ഫാക്ടേഴ്സ് ലൈസൻസ് എടുത്തു. അവര് ലൈസൻസ് എടുത്തതിന് ശേഷം അവർക്കത് യൂസ് ചെയ്യാം, സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഏത് മോഡിലാണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും എംപ്ലോയ്സ് ഉണ്ടല്ലാതെ മറ്റു മോഡൽസ് ഉപയോഗിക്കാൻ പറ്റൂല, അവർക്ക് സിസ്റ്റം ഉപയോഗിക്കും. പക്ഷേ ഇവർ ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു പ്രൊവിൻഷ്യൻ സിസ്റ്റം കിട്ടുമല്ലോ. അതെ. പക്ഷെ ഈ പ്രൊവിൻഷനിങ് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ ആ കമ്പനി ഒരു SAP പാർട്ട്ണർ കമ്പനി എന്ന് വിളിക്കും. SAP ആയിട്ട് പാർട്ട്ണർ അല്ല അത് ആക്ച്വലി, പക്ഷെ അതൊരു ടെർമിനോളജിയാണ്. SAP പാർട്ട്ണർ കമ്പനി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സെക്ടേഴ്സ് ഉള്ള കമ്പനീസിന് മാത്രമേ ഈ പ്രൊവിൻഷനിങ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ SAP പാർട്ട്ണർ കമ്പനി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, സർവീസ് പ്രൊവൈഡേഴ്സ്. ഇവിടെ നമ്മളിപ്പം അക്സെഞ്ചർ എടുക്കുകയാണ്. ഈ അക്സെഞ്ചർ ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് കമ്പനിയാണ്. എയർ ഇന്ത്യക്ക് SAP സക്സസ് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ പ്രൊവിൻഷനിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? എയർ ഇന്ത്യ അക്സെഞ്ചറിന്റെ ക്ലൈന്റ് ആയിട്ട് മാറും. എന്നാലല്ലേ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ബാക്ക് എൻഡിൽ വന്നു കഴിഞ്ഞാൽ അക്സെഞ്ചർ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ ഓരോ കമ്പനികൾക്കും 100 അല്ല 500-ൽ പരം ഓരോ കമ്പനിക്കും മിനിമം 500 ക്ലയൻസ് ഉള്ളത്. അത് SAP മാത്രമല്ല, ഏത് സോഫ്റ്റ്വെയർ എടുത്താലും, ഇപ്പോൾ ഒറാക്കിൾ എടുത്തോട്ടെ, ഏതെടുത്താലും ശരി, നമുക്കൊരു ലൈസൻസ് കിട്ടുമെങ്കിലും അതിന്റെ ബാക്ക് എൻഡിലുള്ള ഒരു മെയിൻ സിസ്റ്റം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ SAP സക്സസ് ഫാക്ടേഴ്സ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ആ SAP സക്സസ് ഫാക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡ് എന്തായാലും HR മാനേജറും നമ്മളൊക്കെ ആയിരിക്കും, മീൻസ് നോർമൽ യൂസേഴ്സ് ആയിരിക്കും. ഇവിടെ ബാക്ക് എൻഡിൽ അവർക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എൻഡ് യൂസേഴ്സ്. ഇവിടെ ബാക്ക് എൻഡിൽ ഈ അക്സെഞ്ചറിലെ ആൾക്കാർ ഈ എയർ ഇന്ത്യയിൽ ഈ സക്സസ് ഫാക്ടേഴ്സിന്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഇല്ല ആ പ്രൊവിൻഷ്യൻ സിസ്റ്റം ആക്സസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനോ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ കൺസൾട്ടന്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഇപ്പൊ ഒന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ. സോ നമ്മളെല്ലാവരും കൂടുതൽ അത് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയി, പേരിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റുന്നില്ല, കാണാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും ഫോക്കസ്ഡ് ഓൺ ഡാറ്റയാണ്. ഇവിടെ ഫങ്ഷണൽ കൺസൾട്ട് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ ബാക്ക്-എൻഡ് കോൺഫിഗറേഷൻ. ഈ ബാക്ക്-എൻഡിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻ. ഓക്കെ ആണോ? സോ ഇത് എങ്ങനെ ഇനി ഇത് വർക്ക് ആകുന്നു കാര്യങ്ങളെല്ലാം നമ്മളിനി പഠിച്ചു തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടി മതി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടും സുരാഗിന്, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നുള്ളത്. ഇനി വെറും ഒരു ഡാറ്റ മാത്രം ചേഞ്ച് ചെയ്യുന്ന ഒരു എൻഡ് യൂസേഴ്സിനായിരിക്കുമോ ഏറ്റവും കൂടുതൽ സാലറി, അതോ ഈ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിരിക്കുമോ? ഈ ഫങ്ഷണൽ കൺസൾട്ടന്റിൽ തന്നെ ഇവർ 2 ഗിമിക്സ് കാണിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ?
ഇവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആളും നോൺ സർട്ടിഫൈഡും കാണും. ഈ ആക്സെഞ്ചർ 2 കൺസൾട്ടൻസിനെ എയർ ഇന്ത്യയിലോട്ട് വിട്ടിട്ടുണ്ട് ഇവരുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി. അതിൽ ഒരാൾ സർട്ടിഫൈഡ്, ഒരാൾ നോൺ സർട്ടിഫൈഡ്. സർട്ടിഫൈഡിനായി അവര് $80 പെർ അവർ ആണ് കൊടുക്കുന്നത്, പെർ അവർ. നോൺ സർട്ടിഫൈഡിന് $60 പെർ അവർ ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഇത്രയും കിട്ടാൻ പോകുന്നില്ലല്ലോ. എന്തായാലും ഇല്ല. ഇതിന്റെ 10-1 ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോ ഇയാളെ സർട്ടിഫൈഡ് ആക്കി $80 ആക്കേണ്ട ആവശ്യം നമുക്ക് തന്നെയാണോ അത് ആക്സെഞ്ചറിനാണോ? സർട്ടിഫൈഡ് ആവേണ്ടത് നമ്മളുടെ ആവശ്യമില്ല. ഇല്ല. ഇപ്പം ഫങ്ഷണൽ കൺസൾട്ടന്റിന് നമുക്ക് എന്തായാലും ഇത് കിട്ടത്തില്ല. ഇത് എയർ ഇന്ത്യ നമ്മുടെ ഓരോ തലയ്ക്ക് ആക്സെഞ്ചറിന് കൊടുക്കുന്ന പൈസയാണ്. ഓ, അത് നമുക്ക് ഡയറക്റ്റ് കിട്ടണമെന്നില്ല. ഓക്കെ ഓക്കെ. നമുക്ക് കിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മുടെ എസെഞ്ചറിന്റെ ആവശ്യമാണ്. നമ്മുടെ പേരിൽ ബില്ലിംഗ് ആണ്. അപ്പം ഒരാഴ്ച ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 into 80 ആകുമ്പോഴേക്കും $400 ആണ് എൻ്റെ പേരിൽ ഒരാഴ്ച വരുന്നത്. ഇവിടെ ആവുമ്പം $300 വരുന്നുള്ളൂ. $100 എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇത് ഞാൻ വെറും ഒരാഴ്ചത്തെ കാര്യം പറയുന്നുള്ളൂ. ഒരാഴ്ചയല്ല, not $400 equal 80 into 5 400 equal 80 into 8 hours. 8 മണിക്കൂറല്ലേ? 8 മണിക്കൂർ ഈക്വൽ ഇൻറ്റു 5. $3200 ആണ് ഒരാഴ്ച കിട്ടുന്നത്. അതേ സമയത്ത് ഇവിടെ ആവുമ്പം ഈക്വൽ 60 into 8 ഈക്വൽ 480 into 5. വ്യത്യാസം നോക്കി എത്ര രൂപയെന്ന്? $2400 ആണ് നോൺ സർട്ടിഫൈഡ് ആളിന് കിട്ടുന്നതും ഒരാഴ്ചത്തെ കാര്യം പറയുന്നത്. സോ 300 ഈക്വൽ into 4 ഈക്വൽ 4 ആഴ്ചയാണല്ലോ, into 4. ഒരു മാസം നോൺ സർട്ടിഫൈഡിന് കിട്ടുന്നത് $9600. ഇവിടെ കിട്ടുന്നത്, ഞാൻ തമാശ പറയണല്ലോ കേട്ടോ, ഇത് ആക്ച്വൽ റേറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇത്ര കിട്ടാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ $12800 ഈ സർട്ടിഫൈഡിനാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ നോൺ സർട്ടിഫൈഡിനെ സർട്ടിഫൈഡ് ആക്കേണ്ട ആവശ്യം എക്സെഞ്ചറിനല്ലേ? അതെ അതെ. അപ്പൊ അവര് തന്നെ സ്പോൺസർ ചെയ്യില്ലേ? കാരണം അവർക്ക് നമ്മുടെ പേരിൽ അടുത്ത 1 വർഷത്തേക്ക് $1,00,000 സ്പോൺസർ ചെയ്താൽ അവർക്ക് നഷ്ടമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നോക്കേ, ഓൾറെഡി $9,600 എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് ആണ്. ഇത് ഇനിയുള്ള നെക്സ്റ്റ് 11 months 12,800 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കൺസൾട്ടന്റിനെ സർട്ടിഫൈഡ് ആക്കേണ്ടത് കമ്പനിയാണ്. അതുകൊണ്ടാണ് കമ്പനീസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് ഭ്രാന്തുള്ളതുകൊണ്ടല്ല. ഈ ബില്ലിങ്ങിന്റെ പേരിലാണ് ഇവർ കളിക്കുന്നത്. എന്നാൽ കോമഡി എന്ന് വെച്ചാൽ ഈ പ്രൊവിൻഷ്യൽ സിസ്റ്റത്തിൽ ഇനി എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അങ്ങനെ ഡെയിലി കയറുന്ന സിസ്റ്റം അല്ല അത്. നമ്മൾ ഡെയിലി ആക്സസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല അത്. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം വരുമ്പോഴോ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ മാത്രം ആക്സസ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ സർട്ടിഫൈഡ് എന്ന പേരുള്ളത് കൊണ്ട് ഇത്രയും ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കാശ് ബില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പനി സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നത്. കമ്പനിയിൽ കയറിയതിനു ശേഷം സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവർ നമുക്ക് ചെയ്തു തരും. നമ്മളായിട്ട് പൈസ മുടക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമില്ല. സ്റ്റിൽ ആരാണ് പ്രോഫിറ്റ് ചെയ്യുന്നത്? കമ്പനി. നമ്മൾ സ്വന്തമായിട്ട് സർട്ടിഫിക്കേഷൻ കാശ് കൊടുത്ത് എടുത്തതിന് ശേഷം കമ്പനി കയറിയിട്ടും ഈ $80 നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് $10 കിട്ടുന്നുണ്ടോ? ഇല്ല. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യില്ലേ സർട്ടിഫിക്കേഷൻ? കമ്പനീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനീസ് ഫ്രീ ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് തരുന്നത്. അത് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നമുക്കത് സർട്ടിഫിക്കേഷൻ എടുത്താലുള്ള തലവേദന എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ വാലിഡിറ്റി ഉള്ളൂ. ഈ 1 വർഷം തീരുന്നതിന് 2 മാസം മുന്നേ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു എക്സാം എഴുതണം. സോ ദ എക്സാം നെയിം ഈസ് ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് നമ്മൾ മാത്സിൽ പറയുന്നത് ചേഞ്ചസ് എന്നാണ് അതിന്റെ അർത്ഥം.
ചേഞ്ച് ഓർ ചേഞ്ചസ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡെൽറ്റ, മാക്സ് ഡെൽറ്റ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. അപ്പൊ ഈ 1 ഇയറിന്റെ എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ, അതിനാണ് ഡെൽറ്റ എക്സാം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഒരു 6 months കിട്ടും. ആ 6 months തീരുന്നതിന് മുന്നേ അടുത്ത ഡെൽറ്റ എഴുതുമ്പോൾ വീണ്ടും 6 months കിട്ടും. സോ ഒരിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും 2 പ്രാവശ്യം എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം മിസ്സായാൽ അഗെയിൻ യു നീഡ് ടു റൈറ്റ് ദ ഗ്ലോബൽ ലെവൽ സർട്ടിഫിക്കറ്റ്. ഓ ഓക്കെ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പക്ഷേ വൺസ് യു ബിക്കം എ സീനിയർ, ഒരു സീനിയർ ആയി കഴിഞ്ഞാൽ ആരും ഒരു ബോധത്താവത്തില്ല. കാരണം കമ്പനിക്ക് വേറൊരു ഗുണം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർട്ടിഫൈഡ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ, ചില കമ്പനീസ് ചെയ്യുന്നത് സർട്ടിഫൈഡ് ഒരാളെ കൊണ്ട് സർട്ടിഫിക്കേഷൻ ചെയ്യിപ്പിക്കും. ഫോർ എക്സാമ്പിൾ വേറൊരു കമ്പനി, ഇതിപ്പം എയർ ഇന്ത്യയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സ്പൈസ് ജെറ്റ് വരുന്നുണ്ട്. ഇപ്പൊ സ്പൈസ് ജെറ്റ് വന്നിട്ട് അവർ പറയാണ് സർട്ടിഫൈഡ് ആണെങ്കിൽ നോൺ സർട്ടിഫൈഡ് ആണെങ്കിലും $60 അവര് കരാർ ഒപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കഷ്ടപ്പെട്ട് ഈ സർട്ടിഫൈഡ് അല്ലാത്ത ഒരാളെ കമ്പനി സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർട്ടിഫിക്കേഷൻ ഒരാൾക്കുണ്ടല്ലോ, അയാളുടെ ലോഗിൻ വെച്ച് തന്നെ ബാക്കി എല്ലാവരും ലോഗിൻ ചെയ്തോളും. ഒരാളെ മാത്രം കമ്പനി സ്പോൺസർ ചെയ്തിട്ട് അയാളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ച് ബാക്കി എല്ലാവരും ഫോളോ ചെയ്തോളും. ലോഗിൻ ക്രെഡൻഷ്യൽസ് മാത്രം മതി. അപ്പോൾ മതി. നമുക്ക് പ്രൊവൻഷനിങ് എന്ന സിസ്റ്റം ആക്സസ് ചെയ്യാൻ ലോഗിൻ ക്രെഡൻഷ്യൽസ് മാത്രം മതി. ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു ഒതന്റിക്കേറ്റർ എന്ന് പറഞ്ഞു, മൈക്രോസോഫ്റ്റ് ഒതന്റിക്കേറ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് കമ്പനി തന്നോളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് ഓരോ പ്രാവശ്യം യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുന്ന സമയത്ത് അത് ഒതന്റിക്കേറ്റർ 6 digit കോഡ് വരും. ഇത് കമ്പനി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. ഈ ഫങ്ഷണൽ കൺസൾട്ടൻസ് ആയിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. ക്ലയന്റ് എത്ര രൂപ ബില്ല് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോഫിറ്റ് നോക്കിയിട്ടായിരിക്കും കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യുന്നതും ബാക്കിയല്ല. നമുക്ക് വേണ്ടത് നോളേജ് ആണ്. സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോൾ വേണം എടുക്കാം. സർട്ടിഫിക്കറ്റ് എടുത്തിട്ടും സുരാഗിന് നോളേജ് ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? കാര്യമില്ല. തീർച്ചയായിട്ടും ഇല്ല. അപ്പം അതുകൊണ്ടാണ് അത് കമ്പനി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കമ്പനിയുടെ ഗിമിക്സും കമ്പനിയുടെ പ്രോഫിറ്റും മാർക്കറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ബോധപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊരു എക്സാക്ട് എന്താ സംഭവിക്കുന്നത്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ശരിക്കുള്ള ഗുണം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സുരാഗിനെ പ്രഷറൈസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 lakh ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആക്ച്വലി ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 35,000 ആണ്. അപ്പൊ 1.5 lakh വരെ വാങ്ങാം. പക്ഷെ ഞാൻ നിങ്ങളുടെ ആ പൈസ വാങ്ങിയാൽ എന്റെ ഇൻവോയ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ പേരിൽ ഞാൻ എത്ര അടച്ചു എന്നാണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അവിടെയാണ് ഈ അക്കാഡമീസ് എല്ലാവരും പിള്ളേരെ പറ്റിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഡയറക്ട്ലി SAPയിൽ ക്യാഷ് അടച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ. സോ ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഇല്ല, ഇതല്ല ക്ലിയർ ആണ്. ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട്. റെക്കോർഡിംഗ് തരുമ്പോൾ ഡെഫിനറ്റ്ലി വിൽ ഗിവ് യു ദ റെക്കോർഡിംഗ്. ഇനി നമുക്ക് സിസ്റ്റത്തിലേക്ക് പോവാം. സിസ്റ്റം ഒരു ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് വലിയ മെനക്കേടൊന്നുമില്ല. നമുക്ക് ഒരു സെർവറിന്റെ അകത്ത് കയറുന്ന പോലെ IP അഡ്രസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ലിങ്ക് കിട്ടും, കമ്പനി തരും. ആ ലിങ്കിൽ അത് നമ്മുടെ കമ്പനി ലിങ്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ID കണ്ടോ, കമ്പനി SFL എന്ന് കാണിച്ചോണ്ട് മുകളില് ഈ URL, ഓരോ കമ്പനിക്കും ഓരോ നമ്പർ ആയിരിക്കും. സോ ലിങ്ക് നമുക്കുണ്ടായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. ഇത് ആപ്പിൾ ആയതുകൊണ്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. നോർമലി അങ്ങനെയൊന്നുമില്ല.
കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഞാൻ ആദ്യം ഒരു ഹോം പേജ്, ഇതാണ് ഇതിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം സുരാഗ് ജോയിൻ ചെയ്യുമ്പോൾ സുരാഗിന്റെ പേരിലാണെങ്കിൽ സുരാഗ് വാട്ട് എവർ യുവർ നെയിം, ഈ ബ്രാക്കറ്റിൽ കാണുന്നത് തൻ്റെ യൂസർ ഐ ഡി ആണ്. ഈ സിസ്റ്റത്തിൽ ഒരു യൂസർ ഐ ഡി ഉണ്ട്. നമ്മൾ ടീംസ് ആണെങ്കിലും ഗൂഗിളിലൊക്കെ ഇപ്പം ലോഗിൻ ചെയ്യുമ്പം ഒന്നെങ്കിൽ ഇമെയിൽ ഐ ഡി ഓർ യൂസർ ഐ ഡി ഓർ ഫോൺ നമ്പർ എന്നായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ഒരു യൂസർ ഐ ഡി നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വരുന്നത്. ഇത് എങ്ങനെ ക്രിയേറ്റ് ആവുന്നോ, എവിടെ ക്രിയേറ്റ് ആവുന്നോ, അതെല്ലാം നമ്മൾ പഠിക്കും. ബട്ട് ജസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തേ ഉള്ളൂ. ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ചേഞ്ചും ഒരു വലിയൊരു ചേഞ്ചും. ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ വ്യൂ മൈ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വരും. അതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അത് കൊണ്ടുവരെ ഞാൻ പഠിപ്പിച്ചു തരാം, പേടിക്കേണ്ട. സോ അതിവിടെ കാണുന്നില്ലെങ്കിൽ ഈ ക്വിക്ക് ആക്ഷന്റെ കീഴിൽ വ്യൂ മൈ പ്രൊഫൈൽ എന്ന് പറയുമ്പം സുരാഗാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ സുരാഗിന്റെ പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നത്. സോ ഇവിടെ മുകളിൽ ഹോം എന്നുണ്ടോ, ഡ്രോപ്പ് ഡൗൺ. ഹോമിൽ മൈ എംപ്ലോയി ഫയൽ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം പേജിലായിരിക്കും പോകുന്നത്. വന്നു. ഇവിടെ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒരു അഡ്രസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇൻഫോ എന്നല്ല, അഡ്രസ് ഇൻഫോ എന്നാണ്. ബയോഗ്രഫി ഉണ്ട്, ഇവിടെയാണ് പേഴ്സൺ ഐ ഡി കിടക്കുന്നത്. കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഉണ്ട്, എമർജൻസി ഉണ്ട്. ഇതെല്ലാം ഹൈലി സെൻസിറ്റീവ് ഡാറ്റയാണ്. ഇതൊക്കെ ചുമ്മാ പുറത്തു വിടാനായിട്ട് പാടില്ല. സോ ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഈ കാണുന്ന സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ഫീൽഡും ഈ കാസി വീമർ എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. എംപ്ലോയി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫീൽഡും ആക്റ്റീവ് എന്ന് പറയുന്ന ഡാറ്റയാണ്. പേ ഗ്രേഡ് എന്ന് പറയുന്ന ഫീൽഡും സാലറി ഗ്രേഡ്. അപ്പൊ റൈറ്റ് സൈഡ് കാണുന്നതെല്ലാം ഡാറ്റയും നമുക്ക് മാറ്റി കൊടുക്കാം. അവിടെ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഡാറ്റ നമ്മൾ തൊടില്ല. നമുക്ക് ഡാറ്റയെ പറ്റി അറിയില്ല. ഡാറ്റ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഡാറ്റ തീരുമാനിക്കുന്ന HR അല്ലേ. ഡാറ്റ തീരുമാനിക്കുന്ന HR ആണ്. നമുക്ക് ഡാറ്റയുമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കറിയില്ലല്ലോ ആരാ മാനേജർ, എന്താ, ഒന്നും നമുക്കറിയില്ല. കാരണം അത് അവർ ചെയ്തോളൂ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞിരുന്നു അക്സെഞ്ചറിലാണ് സുരാഗ് വർക്ക് ചെയ്യുന്നത്. അക്സെഞ്ചറും എയർ ഇന്ത്യയും തമ്മിലുള്ള കരാറിൽ ക്ലൈന്റായി മാറിയപ്പം ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന രീതിയിൽ സുരാഗ് എയർ ഇന്ത്യയുടെ സക്സസ്ഫുൾ സിസ്റ്റത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള എംപ്ലോയീസ് ആരാന്ന് സുരാഗിന് അറിയാവോ? ഇല്ല. അവിടുത്തെ ഡാറ്റ എന്താണെന്ന് സുരാഗിന് അറിയില്ല. സോ നമുക്ക് ഫീൽഡാണ് നമ്മുടെ ഫോക്കസ്. ഇവിടെ ഇപ്പോ ഈ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഫീൽഡിനെ സൂപ്പർവൈസർ എന്ന് വേണ്ട, മാനേജർ എന്നാക്കാൻ കമ്പനി പറയാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇപ്പോ ഈ എഡിറ്റ് ബട്ടൺ ഓർ ഹിസ്റ്ററി നമുക്ക് പഠിക്കും. എന്നാലും എഡിറ്റ് ബട്ടൺ കൊടുക്കുന്നു. ഞാൻ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യും, ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഫീൽഡ് അല്ലേ. എനിക്ക് സൂപ്പർവൈസറിനെ മാറ്റാൻ പറ്റും ഡാറ്റ, പക്ഷെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഫീൽഡിനെ മാറ്റാൻ പറ്റുമോ? ഫിക്സ്ഡ് ആണ്. അപ്പൊ നമ്മൾ അത് മാറ്റും. അപ്പൊ നമുക്കത് എങ്ങനെ മാറ്റാൻ നമുക്ക് ടൂൾസ് ഉണ്ട്. പേടിക്കേണ്ട, ഇത് വെറും ഡെമോ സെഷൻ ആണ്. ടൂളെല്ലാം ഇനി പഠിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും എത്തിയിട്ടില്ല, പേടിക്കണ്ട. നമുക്ക് ഇതിനെ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ഒരു ടൂൾ ഉണ്ട്. ആ ടൂളിൽ പോവുക. സോ ഓരോന്നിനും ഓരോ ടൂൾ ഉണ്ട്. ആ ടൂള് നമ്മൾ ബേസിക്സ് ആദ്യത്തെ 25% പഠിക്കും. അപ്പൊ ഈ ടൂളില് നമ്മളിപ്പോ ജോബ് ഇൻഫോർമേഷൻ എന്നല്ലേ കണ്ടത്. ജോബ് ഇൻഫോർമേഷൻ എന്നാണ് ഈ കാണുന്ന വൈറ്റ് ബോക്സ്. ഇതിനെ വിളിക്കുന്ന പേര് പോർട്ട്ലെറ്റ് എന്നാണ്. വൈറ്റ് ബോക്സ് എന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോ ഇവിടെ ജോബ് ഇൻഫോ എന്ന് പറഞ്ഞാൽ കണ്ടോ, കാണുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ. ജോബ് ഇൻഫോ സെലക്ട് ചെയ്യുക. ജോബ് ഇൻഫോ സെലക്ട് ചെയ്ത് കഴിയുമ്പം സൂപ്പർവൈസർ എന്ന ഫീൽഡ് കണ്ടോ. ഇത് ഫീൽഡാണ്, HRIS ഫീൽഡ്സ്. അപ്പം ഈ ലേബൽ എന്ന് പറയുന്ന സാധനം, അതായത് നമുക്ക് ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ അധികം കാണാൻ പറ്റും, പക്ഷെ ഫ്രണ്ട് എൻഡിൽ എല്ലാം കാണാൻ പറ്റില്ല. ഫ്രണ്ട് എൻഡിൽ ഉള്ളവർക്ക് ലേബൽ മാത്രം കണ്ടാൽ മതി. ഇതിന്റെ കോഡൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ടേക്ക് ആക്ഷൻ, മേക്ക് കറക്ഷൻ. ഈ സൂപ്പർവൈസറിനെ ഞാൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. Ctrl+C. എന്തിനാണ് ഞാൻ ഇതിനകത്തും പോകുന്നുള്ളതെല്ലാം ഇനി പഠിക്കും. ഡോണ്ട് വറി, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല.
ഞാൻ മാനേജർ ആക്കിയതിന് ശേഷം സേവ് കൊടുത്തു. കൺഫേം. ഇതൊരു ചെറിയൊരു ഒരു XML ഡാറ്റയുടെ ഒരു മിസ്കൺഫിഗർഡ് ഇഷ്യൂ ഉണ്ട്. ഇത് നമ്മുടെ അല്ല, SAPയുടെ ഇഷ്യൂ ആണ്. SAPയുടെ ഇഷ്യൂ കാരണമാണ്. അത് കുഴപ്പമില്ല, ഞാൻ സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ടാവില്ലേ? ഇല്ല, ചേഞ്ച് ആവില്ല. കാരണം ഞാനിവിടെ സേവ് ചെയ്തെങ്കിലും ഇന്നലെ വരെ കുഴപ്പം, January 4th വരെ കുഴപ്പമില്ലായിരുന്നു. ഒരു XML ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇതിന്റെ പ്രൊവിഷനിങ് സിസ്റ്റം നമ്മുടെ ഇല്ല, കാരണം നമുക്ക് തരത്തില്ല. ഇത് SAP തന്നതാണ്. ഇവിടെ ആകെ 5% അപ്ലോഡേ ഈ പ്രൊവിൻസ് സിസ്റ്റത്തിലുള്ളൂ. അതിൽ ഒരു അപ്ലോഡ് തെറ്റിക്കഴിഞ്ഞാൽ സിസ്റ്റം ക്രാഷ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ആ സിസ്റ്റം ഇന്നലെ ക്രാഷായി. കാരണം 4-ാം തീയതി, അതായത് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്താലും, ഈ താഴെ കിടക്കുന്ന കാണിച്ചു തരാം, എന്ത് ചേഞ്ച് ചെയ്താലും ആര് എപ്പോ എന്ന് ചേഞ്ച് ചെയ്തു, എത്ര മണിക്ക് ചേഞ്ച് ചെയ്യുന്നുള്ള ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നോർമൽ ഉള്ള ഒരു ജോബില് ഒരാൾ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് ടീം വർക്ക് ആണെന്നും മാനേജറിന് കൈയടിയും കിട്ടും, അല്ലയോ? ഈ ജോബിൽ സുരാഗാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തത് സുരാഗ് ആണെങ്കിൽ സുരാഗിന്റെ പേരിലായിരിക്കും ടൈം സ്റ്റാമ്പ് കിടക്കുന്നത്. അതെന്നും നിങ്ങളുടെ പേരിൽ തന്നെ കിടക്കും, അണ്ടിൽ അൺലെസ് തന്റെ മുകളിൽ വേറൊരു ചേഞ്ച് വരുന്നത് വരെ. അപ്പൊ അത് ആര് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോ ഈ സിസ്റ്റത്തിനെ പറ്റി പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ചേഞ്ച് ഇവിടെ ചെയ്തു, എന്നിട്ട് സേവ് ചെയ്തപ്പോ സിസ്റ്റം എഴുതി കാണിക്കുന്നത്, ഇത് കുഴപ്പമില്ല, കൺഫേം എഴുതി കാണിക്കുന്നത് XML ഡാറ്റ മോഡൽ. XML എന്നൊരു അപ്ലോഡ് ആണ്, അത് മിസ്കോൺഫിഗർഡ്. ഇറ്റ് കണ്ടെയ്ൻസ് HRS സെർവർ. അപ്പൊ ഇത് ബാക്ക് എൻഡിൽ നടന്ന ഒരു തെറ്റായ ഒരു അപ്ലോഡിൽ ഇതിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ചെറിയൊരു ഇഷ്യൂ നമ്മളുടെ സൈഡിൽ നിന്ന് വരുന്നതല്ലേ? ഇപ്പൊ ലാസ്റ്റ് അപ്ലോഡിൽ നിന്ന് വന്ന് ജസ്റ്റ് ഒരു എററിന്റെ ബേസിലല്ല അത് വന്നിട്ടുള്ളത്. പക്ഷെ ഈ അപ്ലോഡ് ചെയ്തത് പ്രൊവിൻഷനിങ് ആക്സസ്. ഇതിപ്പോ നമുക്ക് വേണ്ടി പഠിക്കാൻ തരുന്ന സിസ്റ്റമാണ്. അതിന് പ്രൊവിൻഷനിങ് അവർ നമുക്ക് തരത്തില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന പ്രൊവിൻഷനിങ് എന്റെ ഒറിജിനൽ പ്രൊവിൻഷനിങ് ആണ്, അതായത് എന്റെ കമ്പനിയുടെ ഒറിജിനൽ സിസ്റ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഡമ്മി ഉണ്ടല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കാണിക്കുന്നത്. സാധാരണ അക്കാഡമീസിൽ പോയാൽ നിങ്ങൾക്ക് പ്രൊവിൻസ് സിസ്റ്റം കാണിച്ചു തരില്ല, കാരണം അവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയാണ്. അപ്പം എന്റെ സിസ്റ്റത്തിൽ വേണമെങ്കിൽ, എന്റെ സിസ്റ്റം ഇവിടെ ആക്സസ് കൊടുത്തിട്ടില്ല, അതിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു ചുമ്മാ ഒരു ഫീൽഡിന്റെ ഡാറ്റ മാറ്റി കാണിച്ചു തരാം, സോ ഏകദേശം മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ചുമ്മാ ആരോ ഉണ്ടാക്കി വെച്ച ഇതൊരു ഡമ്മി സാധനമാണ്. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഫാദർ മന്ത് നെയിം അല്ല, ഫാദർ മദർ നെയിമാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ തെറ്റായിട്ടല്ലേ കിടക്കുന്നത്, ഈ കസ്റ്റ് ഫാദർ മദർ നെയിം തെറ്റായിട്ട് കിടക്കുന്നത്. എനിക്കതൊന്ന് മാറ്റണം. അപ്പൊ അതിനും ഒരു പ്രത്യേക ടൂൾ ഉണ്ട്, കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ. ഇതാണ് ബാക്ക് എൻഡിൽ കാണുന്നത്. ഞാൻ ടേക്ക് ആക്ഷൻ മേക്ക് ആക്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഞാൻ ലേബൽ അല്ലേ ഫ്രണ്ടിൽ വരത്തുള്ളൂ, ഫാദർ മദർ നെയിം എന്ന് കൊടുത്ത്, കാരണം ഇന്ന് ഈ ടൂളിൽ ഇവിടെ എത്താറായിട്ടില്ല, ഇതൊക്കെ 25% കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ കാണിച്ചു തരുന്നത്, കാരണം കോഡിങ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. ഐ എം നോട്ട് ഡൂയിങ് എനി കോഡിങ്. ഒരു കോഡിങ് പോലും ഇല്ലാതെ നമ്മൾ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ സ്ക്രീൻ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു, റിഫ്രഷ് ചെയ്യുക, കാരണം വേറെ സ്ക്രീനിലല്ലേ ഞാൻ ചെയ്തത്. റിഫ്രഷ് ചെയ്യുക. ഇനി നോക്കിയാൽ മാറണം. റിഫ്രഷ് ചെയ്യുക.
എന്നിട്ടും മാറിയില്ലെങ്കിൽ വേറെ വഴിയുണ്ട്. ഫാദർ മദർ നെയിം, വേറെ ഫാദർ മദർ നെയിം ഉണ്ടോ നോക്കട്ടെ. ഫസ്റ്റ് അണ്ടർസ്കോർ മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ UI നമുക്ക് ഇതിനു വേണ്ടി കുറെ സ്ക്രീനൊക്കെ ഉണ്ടാക്കും. സ്ക്രീൻ ഫിഗർ ടേബിൾ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഒരിടത്ത് ഒരു ജാവയോ പൈത്തനോ ഒരു സാധനം ചെയ്യുന്നില്ല. കുറേ ആക്ഷൻസ് ആണ് എടുക്കുന്നത് പ്രോപ്പറായിട്ട്. ഇതാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കണ്ടന്റിൽ പോയി refresh ചെയ്താൽ മാറിയതുണ്ടോ? ഇനി ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം കാണിച്ചു തരാം. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇവിടെ ഇപ്പം ഡിസേബിൾ ആയി കിടക്കുകയാണ്. ആ ഡിസേബിൾ ആയതിനെ ഞാനിവിടെ ചെക്ക് ബോക്സ് ഉണ്ട് റൈറ്റ് സൈഡിൽ, ഷോ ദിസ് സെക്ഷൻ ഓൺ ദ പ്രൊഫൈൽ ചെക്ക് ചെയ്താലേ കാണുള്ളൂ. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. അപ്പം CO ഓൾ എന്ന കിടക്കുന്നത്. ഇനി ഞാൻ അഡ്മിനിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് റിഫ്രഷ് ചെയ്താൽ ഇവിടെ ഫാമിലി ഡീറ്റെയിൽസിന് അടുത്തത് ഇല്ലായിരുന്നു. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നുണ്ടോ? CO ഓൾ ഇവിടെ വന്നു. ഇനി അതിനകത്തുള്ള ഫീൽഡുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ നമുക്ക് എന്ത് കാണണം എന്ത് കാണണ്ട അറിയാം. പക്ഷെ ഞാൻ ഒരു സാധാരണ എംപ്ലോയിക്കും HR-നും മാനേജറിനും ഈ ഒരു പേജും ഈ കാണുന്ന ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എഡിറ്റ് അല്ലെങ്കിൽ ഹിസ്റ്ററി വേണേൽ കാണാം. ഹിസ്റ്ററി എന്നൊരു ബട്ടൺ ഉണ്ട് ഇവിടെ. ഈ ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് പോലെ കാണുന്നത് ഹിസ്റ്ററിയാണ്. കാരണം പുറകോട്ടുള്ള ഹിസ്റ്ററി എന്തൊക്കെയാണ് എന്ന് കാണാം ഓരോ ഡേറ്റ് അനുസരിച്ച്. ഇതൊക്കെ കാണാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതുപോലുള്ള സ്ക്രീൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിന്റെ ഡിസൈൻ മാറ്റാനോ ഫീൽഡിനെ പറ്റിയുള്ള ചേഞ്ചസോ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരു ടൂളിന്റെ ആക്സസും കൊടുക്കില്ല. ഒരു ടൂളിന്റെ ആക്സസും കൊടുക്കില്ല. അത് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിരിക്കും. ആ ഫങ്ഷണൽ കൺസൾട്ടന്റ് ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പൊ അവിടെ കോഡിങ്ങിന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈ സിസ്റ്റം വെച്ച് തന്നെ ബാക്ക് എൻഡിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അല്ലെങ്കിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെയല്ലേ? യെസ്, അതെ. ഈ മാനേജർ എന്ന് പറയുന്ന ഈ ഫീൽഡിന്റെ പേര് മാറ്റാൻ ഞാൻ നോക്കിയതോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാര്യമാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നൊരു ഡെമോ മാത്രമാണെങ്കിലും ഇനി ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഓരോ കാര്യം എന്താണെന്നുള്ളതാണ് അടുത്ത നാളെ മുതൽ നെക്സ്റ്റ് 25%, 25 ഡേയ്സ് അല്ല 25%. അത് ചിലപ്പോൾ ഒരു 5 ദിവസം 6 ദിവസം എടുക്കത്തുള്ളൂ. ഈ 5 ദിവസം 6 ദിവസം കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് 25% ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സുരാഗിന് മുന്നോട്ട് ഹൈ എൻഡ് കോൺഫിഗറേഷൻ പോകാൻ പറ്റത്തുള്ളൂ. ഈ ഹൈ എൻഡ് കോൺഫിഗറേഷൻ ആണെങ്കിലും നമുക്കത് കോഡിംഗ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറെ ആപ്സ് ഉണ്ടാവില്ലേ? അതെ, പ്രീ ഇൻസ്റ്റാൾഡ്. അപ്പം
സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ SAP സക്സസ് ഫാക്ടേഴ്സിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ ലൈസൻസ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഇംപ്ലിമെന്റ് എന്നാണ് പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കുറെ ഫങ്ഷൻസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കും. കമ്പനികളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് കസ്റ്റം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജോലി. അതായത് സക്സസ് ഫാക്ടേഴ്സിൽ ഇല്ലാത്ത ഓരോ കമ്പനിക്കും, ഇപ്പൊ സുരാഗിന് ഒരു കമ്പനി ഉണ്ടെങ്കിൽ സുരാഗിന്റെ ID ഡിഫറെന്റ് ആയിരിക്കും, എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ എൻ്റെ ID ഡിഫറെന്റ് ആയിരിക്കും. കസ്റ്റം ഫങ്ഷൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ കസ്റ്റം കോൺഫിഗറേഷൻ എന്നും പറയും. സോ ഈ ടെർമിനോളജീസ് എല്ലാം സ്റ്റാൻഡേർഡ് ടെർമിനോളജിയാണ്. ഇതാണ് സുരാഗ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. സിമ്പിൾ ഇംഗ്ലീഷ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെങ്കിലും ടെർമിനോളജി തനിക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ പിന്നെ അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ചുമ്മാ ഇത് പറഞ്ഞു പോയിരുന്നെങ്കിൽ സുരാഗിന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എഴുതുന്നത്. ആ എഴുതുന്നതും റെക്കോർഡിങ്ങിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ സുരാഗിനോട് ഞാൻ പറഞ്ഞിരുന്നു അവരോട് എവിടെയെങ്കിലും എഴുതി വെക്കണം. എഴുതി വെച്ചാലേ തൻ്റെ ബ്രെയിനിൽ അത് ഇരിക്കത്തുള്ളൂ. നാളെ താനത് ഏത് റെക്കോർഡിംഗ് ആണെന്നും പറഞ്ഞിട്ട് ഇപ്പം ഒരു 10-20 റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം മറന്നുപോയി കഴിഞ്ഞാൽ ഓടി ഏത് റെക്കോർഡിംഗ് നോക്കുന്നേക്കാളും ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തനിക്കറിയാലോ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. ശ്രമിച്ചാണ്. അപ്പം ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് എനിത്തിങ് ഇസ് ദയർ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ നാളെ മുതൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫ്രം ദ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓവർവ്യൂ ആയിരുന്നു, ഒരു ഡെമോ സെഷൻ ആയിരുന്നു. നാളെ മുതലാണ് നമ്മൾ ബേസിക്സ് മുതൽ 1 by 1 വരെ തുടങ്ങുന്നത്. ഈ നാളെ പഠിക്കുമ്പോൾ മനസ്സിലാവും സുരാജിന് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാണ്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങുന്നത് എന്താ പറയാ, പ്രൊവിഷനിങ് സിസ്റ്റത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്? അല്ല, പ്രൊവിഷൻ സിസ്റ്റം കംസ് അറ്റ് ദ എൻഡ്. ഓക്കെ, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് ലാസ്റ്റ് ആണ് വരുന്നത്. കാരണം ആദ്യം പ്രൊവിഷൻ സിസ്റ്റം നോക്കണമെങ്കിലും എന്താണ് അറിയണ്ടേ, ടെർമിനോളജീസ് അറിയണം, എന്താണ് ഇരിക്കുന്നത്. അപ്പം പ്രൊവിൻഷ്യൽ സിസ്റ്റം കംസ് അറ്റ് ദ എൻഡ്. ആദ്യം നമ്മൾ ഈ സിസ്റ്റത്തിന്റെ അകത്തുള്ള റെഡിനെസ്സും ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഈ കാണുന്ന ഓരോ വൈറ്റ് ബോക്സസിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ലെറ്റ്സ് എന്നാണ്. പോർട്ടൽ അല്ല, പോർട്ട്ലെറ്റ്സ് എന്നാണ്. അപ്പൊ അതൊരു ടെർമിനോളജിയാണ്. അപ്പൊ പോർട്ട്ലെറ്റ്സ് എന്ന് എനിക്കറിയാം. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോർട്ട്ലെറ്റ്സും ഉണ്ട്. സ്റ്റാൻഡേർഡ് പോർട്ട്ലെറ്റ്സ് ആര് തന്നായിരിക്കും? SAP. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കസ്റ്റം പോർട്ട്ലെറ്റ്സ് ആര് പോന്നിട്ടിരിക്കും? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഫാദർ മദർ നെയിം എന്ന് പറയുന്ന പോർട്ട്ലെറ്റും ആ CO2 കമ്പ്യൂട്ടിംഗ് എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ കസ്റ്റം പോർട്ട്ലെറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് അല്ലാതെ ഇരിക്കുന്ന ഈ പോർട്ട്ലെറ്റ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാക്കി, ഒരു പോർട്ട്ലെറ്റ് ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് നിന്ന് കുറെ ഫീൽഡും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, ഏത് ടൂളാണ് ആക്സസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫീൽഡ് ഇവിടെ വിസിബിൾ ആകുന്നത്, എങ്ങനെ നമ്മൾ സ്ക്രീൻ ഉണ്ടാക്കുന്നു, ഇവിടെയാണ് സ്ക്രീൻ ഉണ്ടാക്കുന്നത് UI. സോ ഇതൊക്കെ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, റിയൽ ടൈം ലൈവായിട്ട് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ, ഇങ്ങനെയൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ലല്ലോ, ഇത് എവിടെ നിന്ന് വരും, ഇനി വരുന്നുണ്ടെങ്കിലും എന്തിന് ആ ടൂൾ തന്നെ കൊടുക്കണം, വൈ ദാറ്റ് ടൂൾ, വേറെയും കുറെ ടൂൾ ഉണ്ടല്ലോ. അപ്പം അതാണ് നമ്മൾ ഇനി ഫസ്റ്റ് 25% പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന പോർട്ട്ലെറ്റ് പോയി കഴിഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇതിപ്പോ മിഡിൽ നെയിം നമുക്ക് ടൈപ്പ് ചെയ്യാമല്ലോ, പക്ഷെ പ്രിഫിക്സ് നോക്കി ഡ്രോപ്പ് ഡൗൺ ആണ്. അതെങ്ങനെ വരുന്നു? ഇനി ഞാൻ ഒരു ഫീൽഡ് സെലക്ട് ചെയ്താൽ വേറൊരു ഫീൽഡ് മാഞ്ഞു പോകും അല്ലെങ്കിൽ വിസിബിൾ ആകും. എനിക്ക് വേണമെങ്കിൽ ഈ ഫോർമൽ നെയിം ഒരുമിച്ച് എങ്ങനെ വന്നു, ഡിസ്പ്ലേ നെയിം, ഞാൻ ഇവിടെ ഫസ്റ്റ് നെയിം എന്നൊരു സാധനം കൊടുക്കുമ്പോൾ തന്നെ മിഡിൽ നെയിം എഴുതുമ്പോൾ തന്നെ അത് ഡിസ്പ്ലേയിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഓട്ടോമേഷൻ, ഇവിടെ ഓട്ടോമേഷൻ ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടോമേഷൻ ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം കമ്പനിക്ക് അവരുടെ ജോബിന്റെ ഇത് കുറയ്ക്കണം, ഓട്ടോമേഷൻ കൂട്ടണം.
എറർ മെസ്സേജ് എങ്ങനെ വരും? എറർ മെസ്സേജ് നമ്മളാ എഴുതുന്നത്, അല്ല സിസ്റ്റം എഴുതുന്നതല്ല. ഓ നമ്മളാണ് അതും എറർ നമുക്ക് മെസ്സേജ് ഡിസൈഡ് ചെയ്യാം അല്ലേ? നമുക്ക് എറർ മെസ്സേജ് ബാക്കിൽ എഴുതി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. സോ ആലോചിച്ച് നോക്കുക, ചേഞ്ചസ് ഒരു വന്നുകൊണ്ടിരിക്കും. കാരണം ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ടാണ്. അതേ സമയത്ത് റിക്രൂട്ട്മെന്റ് ഓൺ ബോർഡിംഗ് എന്നൊക്കെ പറഞ്ഞ മോഡ്യൂൾസ് ആരും ഉപയോഗിക്കാനാ? അവരല്ലേ ഉപയോഗിക്കുള്ളൂ. അതായത് ആ ടീം അല്ലാതെ ഒരു സാധാരണ എംപ്ലോയിക്ക് പോയി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ എനിക്കിപ്പോൾ ഏത് എംപ്ലോയി വേണോ സെർച്ച് ചെയ്യാം. ഇപ്പോൾ അലക്സ് എന്ന് ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏത് എംപ്ലോയി വേണോ കാണാൻ പറ്റും. പക്ഷെ വേറൊരു എംപ്ലോയിക്ക് അത് പറ്റുമോ? സോ നോർമൽ എംപ്ലോയിക്ക് വേറൊരാളുടെ എംപ്ലോയി പ്രൊഫൈൽ പോകാൻ പാടുണ്ടോ? ഇല്ല, പോസിബിൾ അല്ല. പോസിബിൾ അല്ല. കാരണം അയാളുടെ ഡീറ്റെയിൽസ് കാണത്തില്ലേ, അയാളുടെ അയാളുടെ സാലറി ഡീറ്റെയിൽസ് കാണത്തില്ലേ. അപ്പം അതിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പെർമിഷൻ. സോ ഇതിൻ്റെയൊക്കെ ടെർമിനോളജി കറക്റ്റായിട്ട് പഠിച്ച, അപ്പോൾ ആ ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ ടോപ്പിക് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇപ്പം കാണിച്ചു തന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് ആ മാനേജറും കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്, അല്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായി. ഓക്കെ ആണോ സുരാഗെ? ക്ലിയർ ആണ്. ഓക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പം ഈ Okay. നാളെ മുതലുള്ള സെഷനിലും ഇതേപോലെ 12:30 വല്ല കോളും എനിക്ക് വരികയാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ തല കാണിച്ചിട്ട് തിരിച്ച് വന്ന് നമുക്ക് 1 അവർ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. നോ ഇഷ്യൂസ്. ഓക്കെ, ഫൈൻ. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സിന് സെഷൻ ഞാൻ അയച്ചു തന്നേക്കാം. അത് എനിക്കൊരു 10 അത് മിനിറ്റ് ഇമെയിൽ ത്രൂ ആണോ അയക്കുക? ഞാൻ മാക്സിമം ഞാൻ ഗ്രൂപ്പിലായിരിക്കും, വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. വാട്സാപ്പിലല്ലേ? മതി. അപ്പോൾ വാട്സ്ആപ്പിൽ ഇടുമ്പോൾ അവിടെ Okay. ആക്സസ് എളുപ്പമായിരിക്കും. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ, ഇല്ല ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നോക്കാം നമുക്ക്. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. ഓക്കെ, താങ്ക്സ് കവിൻ. അപ്പോൾ നാളെ കാണാം. യാ, ബൈ.